أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من تراب ثم إذا أنتم بشر تنتشرون. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. ومن آياته منامكم بالليل والنهار وابتغاءكم من فضله إن في ذلك لآيات لقوم يسمعون. صدق الله العظيم. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരല്പം ഗൗരവത്തിൽ ആലോചിച്ച് നോക്കിയാൽ അത്യത്ഭുതകരമാണ് മനുഷ്യ ജീവിതയാത്ര എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതം യഥാർത്ഥത്തിൽ ഒരു ഗൗരവമുള്ള വിഷയമാണ്. പലപ്പോഴും നമ്മൾ ഗൗരവത്തിലെടുക്കാറില്ലെങ്കിലും നമുക്ക് സംഭവിക്കുന്നതും നമ്മിൽ നിന്ന് സംഭവിക്കുന്നതുമായ കാര്യങ്ങൾ, ഒന്നുകൂടി പറയാം, നമുക്ക് സംഭവിക്കുന്നതും നമ്മിൽ നിന്ന് സംഭവിക്കുന്നതുമായ സംഗതികൾ സന്തോഷത്തിൻ്റേതാകുമ്പോൾ പലപ്പോഴും നമ്മൾ ആ യാഥാർത്ഥ്യം എവിടെ നിന്നാണ് നമുക്ക് ഈ സന്തോഷവും അനുഭൂതി ഉണ്ടാകുന്നതെന്ന യാഥാർത്ഥ്യം മറന്നാണ് പ്രവർത്തിക്കുക. അങ്ങനെ ഒരു സ്വഭാവം മനുഷ്യ മനസ്സിനുണ്ട്. സന്തോഷവും സംതൃപ്തിയുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ മനസ്സ് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വളരെ അകലെയായിരിക്കും. വിഷമവും ദുഃഖവും ഒക്കെ അനുഭവിക്കുമ്പോഴാണ് പ്രകൃതി യാഥാർത്ഥ്യത്തോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രവർത്തന യാഥാർത്ഥ്യത്തോട് മനുഷ്യ മനസ്സ് കൂടുതൽ അടുത്തു നിൽക്കുകയാണ്. ആരോഗ്യാവസ്ഥയേക്കാൾ രോഗാവസ്ഥയിലാണ് അമൂർത്തമായ സംഗതികളുമായി മനുഷ്യ മനസ്സ് കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ടാണ് വിഷമങ്ങളും പ്രയാസങ്ങളും നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എപ്പോഴും ജീവിത യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ ഇങ്ങനെ നിരന്തരമായി പരീക്ഷണം ഏർപ്പെടുത്തുന്നു. എന്നാൽ വിഷമങ്ങളിൽ മാത്രം അങ്ങ് വിട്ടുകഴിഞ്ഞാൽ നിരാശ ബാധിക്കും. അതും മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവമാണ്. മടുപ്പ് അനുഭവപ്പെടും. എന്ത് ചെയ്താലും പരാജയം, എപ്പോഴും വിഷമം, എപ്പോഴും സങ്കടം, ദാരിദ്ര്യം, ദുഃഖം, പരാജയം, വേദന, കഷ്ടപ്പാട്, അപമാനം, ഇത് സ്ഥിരമായി ഉണ്ടായാൽ മടുക്കും മനുഷ്യൻ. മടിയുണ്ടാകും. അത്തരം മടുപ്പും മടിയും ഒക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, മടിയിൽ നിന്നും മടുപ്പിൽ നിന്നും എന്നെ നീ മോചിപ്പിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പ്രാർത്ഥിച്ചു. മടുപ്പ് അനുഭവപ്പെട്ടാൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ മടുപ്പുണ്ടായാലാണ് പലരും ജീവിതം അവസാനിപ്പിക്കാനുള്ള കുറുക്കു വഴികളൊക്കെ അന്വേഷിക്കുക. അപ്പോൾ
ദുഃഖവും വേദനയും മാത്രമല്ല സന്തോഷം തരും. സന്തോഷം മാത്രമല്ല ദുഃഖവും വേദനയും. ഇത് രണ്ടും മാറി മാറി വനബലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നത്ത്. അതായത് നന്മയും തിന്മയും, ദുഃഖവും വേദനയും, ആനന്ദവും വേദനയും, ഇങ്ങനെ മാറി 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 എപ്പോഴും മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സന്തോഷം അനുഭവിക്കുമ്പോൾ യാഥാർത്ഥ്യത്തോടെ അകന്നിരിക്കുന്നു എന്ന് പറയുന്നതിന് വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. എല്ലാ സംഗതികളും അങ്ങനെ തന്നെയാണ്. വളരെ സൂക്ഷ്മമായി പരിപാലിച്ചില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ഇടയിൽ പലപ്പോഴും നമുക്ക് വ്യാജമായ സങ്കല്പങ്ങൾ കയറി വരികയും ജീവിതത്തെ സംബന്ധിച്ച് തെറ്റായ കാഴ്ചപ്പാടുണ്ടാവുകയും ചെയ്യും. ഒരു നല്ല ഭക്ഷണം അത് ആസ്വദിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് പലപ്പോഴും ഇതിന്റെ ആസ്വാദനത്തിന്റെ പിന്നിലുള്ള ശക്തിയെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. തിന്നു തീർക്കുന്നതിനെ കുറിച്ചായിരിക്കും മനുഷ്യൻ. ആ തിന്നാനുള്ള ഭക്ഷണം അത് വായിൽ വെച്ചാലുണ്ടാകുന്ന ഉമിനീര്, നാക്ക്, പിന്നെ അങ്ങോട്ട് താഴോട്ട് പോയാൽ കുടല്, അതിന്റെ ദഹനം, അതിൻ്റെ ഉള്ള സംവിധാനം. ഇപ്പം മാംസം ഭക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ മാംസത്തിനുള്ളിലൂടെയാണ് ഭക്ഷിക്കുന്നത്. നമ്മൾ മാവ് യഥാർത്ഥത്തിൽ മാംസം ഉണ്ടാക്കിയത്, കുടലും മാംസം ഉണ്ടാക്കിയത്. നമ്മൾ ഭക്ഷിക്കുന്ന മാംസം അത് ഉരുകി ദഹിച്ചു പോകുന്നു. നമ്മളെ കുടല് ദഹിച്ചു പോകുന്നില്ല. സാധാരണ നെല്ല് കുടല് ദഹിച്ചു പോകേണ്ടതാണല്ലോ. പക്ഷേ മാംസം നമ്മുടെ കുടലിൽ വളരെ സോഫ്റ്റാണ്. അതിനേക്കാൾ കട്ടിയുള്ള മാംസം നമ്മുടെ കുടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ദഹിച്ചിട്ട് നമുക്ക് ശരീരത്തിന് ഊർജമായി മാറ്റുന്നു. ഇതൊരു അത്ഭുതകരമായ പ്രക്രിയയാണ്. ശാസ്ത്രം ഒരുപാട് പഠിച്ചിട്ടും അതിൻ്റെ ആന്തര അർത്ഥങ്ങൾ മനസ്സിലാക്കാനാവാത്ത ഒരു അത്ഭുതമായ പ്രക്രിയയിൽപ്പെട്ടതാണ്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രം പുറപ്പെടുന്ന ചില എൻസൈമുകളുണ്ട്, ചില കെമിക്കൽ കോമ്പിനേഷൻസ് ഉണ്ട്. അത് ശരീരത്തിൽ എത്തുന്ന സാധനത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് അത് പുറപ്പെട്ടാലേ നമുക്ക് ശരീരത്തിൽ ദാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ സംഗതി വളരെ നിസ്സാരമാണ്. ഉച്ചയ്ക്ക് ലേശം ഭക്ഷണം കഴിച്ചു, പക്ഷെ അത് ദഹിച്ചില്ലെങ്കിൽ നമുക്ക് 2 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാ പണിയും നിർത്തിവെക്കേണ്ടിരും. നടക്കാൻ പറ്റില്ല, പോകാൻ പറ്റില്ല, ജോലിയെടുക്കാൻ പറ്റില്ല, ദേഷ്യം പിടിക്കും, ആളുകളോട് ചൂടാവും. കുറച്ചും ഗ്യാസ് കൂടെ കൊണ്ട് കയറ്റിവിട്ടാൽ പിന്നെ മനുഷ്യന് നിക്കക്കള്ളില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. പക്ഷെ ഇത് നിരന്തരമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു ചെലവില്ലാതെ നമ്മളെ പൈസ ചെലവാകാതെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കതിന് യാതൊരു പ്രാധാന്യമില്ലാതെയാണ് പോകുന്നത്. അപ്പൊ ഈ വക സംഗതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠന വിധേയമാക്കാൻ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഒരനുഭൂതി ആസ്വദിക്കുമ്പോൾ ആ അനുഭൂതിക്ക് ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളിലും ഒക്കെ ഒരുക്കി വച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്തൊരു കാരുണ്യമാണ് എന്നാണ് അത് പറയുന്നത്. അപ്പൊ ആ കാരുണ്യം അനുഭവിക്കുമ്പോൾ കാരുണ്യദാതാവിനെ ഓർക്കുകയും അവന് നന്ദി കാണിക്കുകയും ചെയ്യണം എന്ന ഒരു സാമാന്യ തത്വം പഠിപ്പിക്കാനാണ് ഈ വക സംഗതികൾ പറയുന്നത്. മനുഷ്യന് എപ്പോഴും പ്രയാസവും എപ്പോഴും ആശ്വാസം ഉണ്ടാക്കില്ല, മറിച്ചുണ്ടാകും. പക്ഷെ പ്രയാസം ഉണ്ടാക്കുമ്പോഴൊക്കെ ആശ്വാസം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തു. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. പ്രയാസം ഉണ്ടാകുമ്പോഴൊക്കെ ഇന്ന മഅൽ ഉസ്രി യുസ്റാ, അതിന്റെ കൂടെ ഇന്ന ബഅദൽ ഉസ്രി യുസ്റാ എന്നല്ല ഖുർആന്റെ പ്രയോഗം. പ്രയാസത്തിന് ശേഷം ആശ്വാസം ഉണ്ട് എന്നുള്ളതല്ല. മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തോടൊപ്പം തന്നെ ആശ്വാസം ഉണ്ടാകും. അപ്പൊ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യ മനസ്സിന് നല്ലൊരു ആത്മബലം കൊടുക്കുകയാണ് ഈ പ്രയാസം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരമാണ്. അതാണ് ഉറച്ചു നിന്നാൽ ഉടനെ തന്നെ ആശ്വാസം ഉണ്ടാവും. സ്ഥിരമായി ആശ്വാസത്തിനുള്ള മാർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അമ്മാ മൻ അഅതാ വത്തഖ വസ്വദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് സഹജീവികൾക്ക് വിട്ടുകൊടുക്കുകയും നൽകുകയും. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, എന്റേതാണ് എല്ലാം, ഞാൻ ഓരോരുത്തർക്കും എൻ്റെ യുക്തി അനുസരിച്ചാണ് നൽകിയിട്ടുള്ളത്, ലഭ്യമായവൻ ലഭ്യമല്ലാത്തവന് നൽകട്ടെ. അപ്പൊ അത് നൽകുന്നു. ആ നൽകുന്നവൻ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന, അവന് സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നത് അതിലെല്ലാം പെട്ടു. അള്ളയാണ് ഇതിന്റെ നാഥനെന്നും അവനാണ് സംരക്ഷിക്കുന്നതെന്നും അവന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് നൽകുന്നതെന്നും അതിനെനിക്ക് പ്രതിഫലമുണ്ട് എന്നും ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് എത്തേണ്ടവനാണെന്നൊക്കെ ഉള്ള ബോധം, സൂക്ഷ്മതാബോധം, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്നതിനുള്ള ഒരു പ്രതീക്ഷ, അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിച്ചാലുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് ഒരു ഭയം,
ഈ ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിൽ ഉണ്ടാകുന്ന മനസ്സിൽ ഉണരുന്ന ഒരു പ്രത്യേകമായ വികാരമാണ് തഖ്വ. സൂക്ഷ്മത. അള്ളാഹുവിനെ സൂക്ഷിച്ച് പേടിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ഈ രണ്ടും ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ മനസ്സിലുണ്ടാക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, ഉടനെ തന്നെ ഫസനുയസ്സിറുഹു എന്ന് പറഞ്ഞാൽ അവിടെ ഫ്യൂച്ചർ ടെൻസിലാണ് പറഞ്ഞത്, ഭാവി കാലത്ത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഏത്? ആശ്വാസത്തിന്റെ വഴി, എല്ലാത്തിനും ആശ്വാസം. വമൻ ബഖില വസ്തഗ്ന വകല്ലബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ. നേരെ മറിച്ച് പറഞ്ഞു, ആരെങ്കിലും ഇത് കൊടുക്കാതെ ബഖിൽത്തനം കാണിച്ചാൽ, ലുബ്ധ് കാണിച്ചാൽ, എന്നിട്ട് അവൻ ആ സ്വയം പര്യാപ്തത നടിക്കുകയും ചെയ്തു, ഉത്കൃഷ്ട നടപടികളെല്ലാം കളവാക്കി, ഇങ്ങനെയുള്ള ആളുകൾക്ക് വിഷമകരമായ വഴിയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്നത്. ദുന്യാവിലെ ജീവിതം എത്ര സുദീർഘമായാലും ഒരു ദിവസം കഴിയുമ്പോൾ പിന്നുള്ളത് മുഴുവൻ വിഷമത്തിൻ്റെ ആയിരിക്കും. ചിലപ്പോൾ ദുന്യാവിലും ആഖിറത്തിലും വിഷമമായിരിക്കും. അപ്പോൾ ആശ്വാസത്തോടു കൂടി ജീവിക്കാൻ എന്താണ് വഴിയെന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവൻ നൽകിയതിൽ നിന്ന് മറ്റുള്ളവർക്കുള്ള അവകാശങ്ങൾ പറഞ്ഞതൊക്കെ കൊടുക്കുകയും എന്നിട്ട് ഉത്കൃഷ്ട നടപടികളിൽ വിശ്വസിച്ച് ജീവിക്കുകയും ചെയ്യുന്നവന് ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എളുപ്പമാക്കി തരും. അതൊരു ആസ്വാദനമാക്കി തരും, അനുഭൂതിയാക്കി തരും. കുടിക്കണതും തിന്നണതും കുളിക്കണതും സത്യം പറയണതും ഡ്രൈവ് ചെയ്യണതും രാജ്യം ഭരിക്കണതും ഓഫീസ് ഭരിക്കുന്നതും, ഇങ്ങനെ ഏതേത് ജീവിത മേഖലയിലുള്ള ഇടപാടുകളിലും അടിച്ചതിന് വേണ്ടി കരയുക എന്ന് പറയാം. അതായത് നിർബന്ധപൂർവ്വം ചെയ്യുന്നതും ആസ്വദിച്ച് ചെയ്യുന്നതും തമ്മിൽ രണ്ട് തരത്തിലാണ്. അപ്പോൾ ഒരു ആസ്വാദനത്തോടു കൂടി ചെയ്യുമ്പോഴാണ് മനുഷ്യന് അനുഭൂതി ഉണ്ടാകുന്നത്, ഒരു സന്തോഷവും സംതൃപ്തി ഉണ്ടാകുന്നത്. അപ്പൊ ആസ്വാദനത്തോടു കൂടി നന്മകൾ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവാൻ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ നൽകുന്നതിന് കൊടുത്ത് ഉത്കൃഷ്ട നടപടികൾ വിശ്വസിക്കണം എന്നാണ് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നത്. മറിച്ച് ആരെങ്കിലും പിശുക്ക് കാണിച്ച്, പിശുക്കിന്റെ അർത്ഥം ഒരു പിശുക്ക് വളരെ വിശദമായി ചർച്ച ചെയ്താൽ അതൊരു തരം ശിർക്കാണ്. കാരണം കൊടുക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് എന്റേതാണ് എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ്. അള്ളാന്റെ ആണെങ്കിൽ കൊടുക്കുമല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കിയത് എന്റേതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് എന്റേതാണ്. അതായത് ഉടമസ്ഥാവകാശത്തെ കുറിച്ച് തെറ്റായ ധാരണ ഉള്ളതുകൊണ്ടാണ് ഈ പിശുക്ക് കൂടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ തന്നെ അവനൊരു സ്വയം പര്യാപ്തത നടിക്കുന്നു. അവൻ സ്വയം അതായത് ഉണ്ടാക്കുന്നതിലുള്ള അള്ളാഹുവിന്റെ പങ്ക് അവൻ മറന്നിട്ട് അവന്റെ ഊർജം ചെലവഴിച്ചതാണ് അവിടുത്തെ ക്യാപിറ്റൽ. അപ്പൊ അവനാണ് ബേസിക്കായിട്ട് അവിടുത്തെ ക്യാപിറ്റൽ എന്നുള്ളത്. മൂലധനം അവനാണ്. അള്ളാഹ് പറയുന്നു മൂലധനം നാമാണ്. നമുക്ക് അള്ളാഹയെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിൽ അള്ളാഹുവിന്റെ പ്രതി എന്ന് പറഞ്ഞത് ഈമാനാണ്, വിശ്വാസമാണ് നമ്മുടെ മൂലധനം. പക്ഷേ നിഷേധിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മൂലധനം അവൻ തന്നെയാണ്. അതൊരു തരം ശിർക്കാണ്. മനുഷ്യനെ എങ്ങനെയാണ് സ്വയം പര്യാപ്തത നേടാൻ സാധിക്കുക? അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവനൊന്ന് നോക്കട്ടെ. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ എന്ന് പറയാം, തെളിവ് ആയിട്ടാണ് പറയുന്നത്. അവന്റെ തെളിവുകളിൽപ്പെട്ടതാണ് മനുഷ്യനെ സംബന്ധിച്ച് നാം പറയുന്ന കാര്യങ്ങളാണ് സത്യം എന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരത്തുന്ന തെളിവുകൾ ഖുർആനിൽ എടുത്തെടുത്ത് പറയുന്ന ആയത്തുകൾ. വമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബ്, നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നെ നിങ്ങൾ ലോകം മുഴുവൻ വ്യാപരിക്കുന്ന മനുഷ്യരായി അതങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിർജീവമായ മണ്ണ്, അതിന് ജീവനില്ല എന്ന് നമുക്കറിയാം. നമ്മൾ സാധാരണ കാണുന്ന ജീവനുണ്ട്, വൈബ്രേഷൻ ഉണ്ടാവും, അത് ആറ്റോമിക് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ മണ്ണിൽ ജീവൻ എന്ന് പറയുന്ന സംഗതിയില്ല, മനസ്സില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു മണ്ണിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത്. അപ്പൊ ഇവനില്ലായിരുന്നു, നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. എന്നിട്ട് ഇപ്പോ നിങ്ങൾ മനുഷ്യനായി. അതിന്റെ ഇടയിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. അത് ഖുർആനിൽ വേറെ സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് പറയുന്നു. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മണ്ണിന്റെ സത്ത, കളിമണ്ണിന്റെ സത്ത, പശുമയുള്ള മണ്ണിൽ നിന്നാണ്. തുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മകീൻ, പിന്നെ നാം ഒരു നുത്ഫയാക്കി. നമുക്കറിയാം ആണിന്റെയും പെണ്ണിന്റെയും ഉള്ളത് ഇവിടെ ഇന്ദ്രിയമാക്കി. എന്നിട്ട് തുമ്മ ഖലഖനൽ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഇളാമൻ ഫകസൗനൽ ഇളാമ ലഹമൻ തുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. വളരെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ ആയ അതിമനോഹരമായ ഒരു ചിത്രീകരണം മനുഷ്യന്റെ. നിങ്ങളെ നാം മണ്ണിൽ നിന്നുണ്ടാക്കി.
ആ മണ്ണിൽ നാം ജീവനും ആത്മാവും മനസ്സും സന്നിവേശിച്ചു. അതിൽ നിന്ന് പൊട്ടിച്ച് വേറൊന്നിനുണ്ടാക്കി. അവർക്ക് നാം ഇന്ദിരമുണ്ടാക്കി. എന്നിട്ട് ആ ഇന്ദിരത്തെ പരസ്പരം കൂട്ടിച്ചേർത്തു ഭദ്രമായ ഒരു സ്ഥാനത്ത് സ്ഥാപിച്ചു. എന്നിട്ട് അത് നാം ഒരു രക്തക്കട്ടയാക്കി. പിന്നെ അതിനൊരു മാംസക്കട്ടയാക്കി. പിന്നെ നാം എല്ലുകൾ ഉണ്ടാക്കി. എല്ലുകളെ നാം മാംസം കൊണ്ട് പതിഞ്ഞു. ആദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ പിന്നെ നാം വേറൊരു സൃഷ്ടിയാക്കി. നിങ്ങൾക്ക് തോന്നുന്നില്ലേ, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും ഉന്നതനായ സൃഷ്ടാവ് എല്ലാ സൃഷ്ടാക്കളിൽ വെച്ചും ഏറ്റവും മഹോന്നതനാണ്, അനുഗ്രഹപൂർണനാണ് എന്ന് മനസ്സിലാക്കുന്നില്ലേ? നമ്മളിങ്ങനെ നോക്കാം. ഇപ്പോൾ വലിയ കൊമ്പന്മാര്, ലോകരാജ്യ നേതാക്കന്മാര് ഒരുപാട് വർത്താനൊക്കെ പറയുന്നത് അവരുടെ ആ ചെറിയ കാലത്തെ കുറിച്ച് ആലോചിച്ചു. നമ്മുടെ വീട്ടിലുണ്ടല്ലോ കുട്ടികൾ, അവരുടെ ആ കുട്ടികളുടെ ഓരോ കിഞ്ഞന വർത്താനം, അതിനു മുമ്പ് നടന്നത് നിലവിളിക്കുന്ന രംഗം, കൈകാലിട്ടടിക്കുന്ന, അതിൽ നിന്നാണ് എല്ലാവരും വളർന്നു വന്നത്. എന്താ മനുഷ്യൻ, നിനക്കത് മനസ്സിലാവുന്നില്ലേ? നിന്നെ നാം മണ്ണിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് പരിണാമ ദശകളിലൂടെ വളർത്തിക്കൊണ്ടുവന്നു. അത് നമ്മുടെ തെളിവാണ്. നീ ഇല്ലായിരുന്നു, നീ നിനക്ക് പോന്നവനാണെന്ന് വിചാരിക്കുന്ന മനുഷ്യ, നീ ഒരുപാട് ആസ്വാദനങ്ങൾ നടത്തുന്നു, ഒരുപാട് ഗീർവാണങ്ങൾ, നീ ഒരുപാട് അക്രമങ്ങൾ ഇവിടെ ചെയ്യുന്നു. എന്നിട്ട് നീ വലിയ സ്വയം പര്യാപ്തനങ്ങൾ. നീ എങ്ങനെയാണ് നിനക്ക് ഈ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് സ്വയം പര്യാപ്തം നടിക്കാൻ സാധിക്കുക? നീ വളരെ നിസ്സാരമായ ഒരു വെള്ളത്തുള്ളിൽ നിന്നല്ലേ ഉണ്ടായത്? നീ രക്തക്കട്ടയും മാംസക്കട്ടയുമായി വന്നൊരു കാലം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? നീ ഒരു വസ്തുവേ അല്ലാതിരുന്നൊരു കാലവും നിനക്ക് കഴിഞ്ഞിട്ടില്ലേ? അത് നാം ഇങ്ങനെ പറയണം, നിങ്ങളിങ്ങനെ മനുഷ്യരായിട്ട് ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് അതിനേക്കാൾ അത്ഭുതകരമായ മറ്റൊരു സംഗതി പറയാം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. നിങ്ങൾക്ക് നമ്മുടെ ഏറ്റെടുത്ത് തെളിവ് വരിക, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചിരിക്കും. ആ ഇണയും തുണയുമായി ഒന്നിച്ച് ജീവിക്കാൻ, ശാന്തഗതി പ്രാപിക്കാൻ. ഫത്ഹ്, കസ്ർ, ലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഓപ്പണാണ്. സുക്കൂൻ എന്ന് പറയുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. ലിതസ്കുനു ഇലൈഹ, അവളുമായി ചേർന്ന് നിങ്ങൾക്ക് ശാന്തഗതി പ്രാപിക്കാൻ. അപ്പൊ രണ്ടാൾക്കും ആണും പെണ്ണുമായിട്ട് അല്ലാഹു തആല മാറ്റിയിട്ട് ഒരുതരം അസ്വസ്ഥത, പ്രായമായി കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അസ്വസ്ഥതയ്ക്ക് വിരാമം ഉണ്ടാവണമെങ്കിൽ രണ്ടും ഒന്നായിരിക്കണം, അപ്പോഴേ മനുഷ്യനാവുള്ളൂ എന്നുള്ള. അപ്പൊ ഈ രണ്ട് വ്യത്യസ്ത മേഖലയിൽ നിന്ന്, രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന്, രണ്ട് വ്യത്യസ്ത ചിന്താഗതിക്കാർ, പക്ഷെ ഒന്നിച്ച് വേറെ ഒന്നും അവിടെ നടക്കുന്നില്ല. പെണ്ണിന്റെ വാപ്പ പറയുന്നു സവ്വജതുക ബിൻതി കദാക, ഇന്ന എന്റെ മകളെ അൻകഹതുക എന്ന സവ്വജതുക, നിനക്ക് ആ എണ്ണയായി തന്നിരിക്കുന്നു, വിവാഹം ചെയ്തു, ഒരു വാക്ക് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് രണ്ടാൾ പറയുമ്പോ ആ ബന്ധം അവിടെ ഊട്ടിയുറപ്പിക്കുക. ഈ വാക്ക് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ബന്ധം ഇല്ല. അത് തൻസീലു മിർ റബ്ബിൽ ആലമീൻ, ഈ മഹാനായ രക്ഷിതാവിൽ നിന്ന് തന്നെയാണ് അത് ഉറങ്ങി വരേണ്ടത്. അവിടെ അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ പ്രേമവും കാരുണ്യവും. മവദ്ദത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ സ്നേഹത്തിന് ഖുർആൻ ഉപയോഗിക്കുന്ന ഹുബ്ബ് എന്നാണ്. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ സ്നേഹം. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗികതയുമായി ചേർന്ന ആകർഷണീയതയുടെ ഒരു പ്രത്യേകമായ വികാരമാണ് മവദ്ദത്ത്. മവദ്ദത്ത് ഹുബ്ബല്ല. അവിടെ ഹുബ്ബിനേക്കാൾ ഉയർന്ന തലത്തിൽ നമ്മൾ സാധാരണ മലയാളത്തിൽ പ്രേമം എന്നൊക്കെ പറയും. പ്രേമം ഒന്നിനോട് ആഗ്രഹവും ഇഷ്ടവും കൂടി ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ അനുഭൂതിയാണ് പ്രേമം എന്ന് പറയുന്നത്. മവദ്ദത്ത്. ഈ മവദ്ദത്ത് തന്നെ ചെറുപ്പകാലത്താണ്, യുവാക്കളായിരിക്കുമ്പോഴാണ് ഈ മവദ്ദത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത്. പിന്നെ അത് കുറയും. അപ്പൊ റഹ്മത്താണ്, കാരുണ്യമാണ്. ആദ്യം മനുഷ്യനെ ഇങ്ങനെ പരസ്പരം ഇണക്കി ചേർക്കുന്നത് യഥാർത്ഥത്തിൽ പ്രേമമാണ്. അതിന് കുറച്ച് ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ലൈംഗികാർഷണവും സംവിധാനവും സൗകര്യങ്ങളൊക്കെ. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആർക്കെങ്കിലും സിറിഞ്ചിലെടുത്ത് കുത്തിവെക്കാൻ പറ്റിയ ഒരു സംഗതിയാണിത്? ഒരിക്കലുമല്ല. വെറുക്കുന്ന ഒരാളെ സ്നേഹിപ്പിക്കാൻ കഴിയില്ല, സ്നേഹിക്കുന്ന ഒരാളെ അകറ്റാനും ബുദ്ധിമുട്ടാണ്. അതാണ് പല പ്രശ്നങ്ങളും ലോകത്തുണ്ടാകുന്നത്. ഇതാർക്കും ഇങ്ങനെ ചെയ്ത ഓമിന്നായാത്തിഹി, നാം പറയുന്നു അത് നാം നമ്മുടെ ദൃഷ്ടാന്തമായി നിങ്ങൾക്ക് തരുന്നു. ഇത് നീയല്ല ഉണ്ടാക്കിയത്, നീ ആസ്വദിക്കുന്ന സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം ഉണ്ടാക്കിയത് നാമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഇത് വീണ്ടും പറയാം, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ. രണ്ട് തലയിലും വാലിലും പറയുകയാണ് ആയത്ത്. ഇതിൽ ദൃഷ്ടാന്തമുണ്ട്, തെളിവുണ്ട്. സ്വയം പര്യാപ്തത നടിക്കേണ്ടതില്ല മനുഷ്യ. നീ വിനയാന്വിതനാവനാണ് വേണ്ടത്. നിനക്ക് സ്നേഹനിധിയായ ഒരു ഭർത്താവിനെ ലഭിച്ചെങ്കിൽ, ഒരു ഭാര്യയെ ലഭിച്ചെങ്കിൽ, നീ
അഹങ്കരിക്കുകയല്ല വേണ്ടത്. അതിനുവേണ്ടിയുള്ള നിന്റെ അധ്വാനത്തിന് നിന്നെ സഹായിക്കുകയും നിന്നെ മാർഗദർശനം ചെയ്യുകയും അത് നിന്നെ ആസ്വദിപ്പിക്കുകയും ചെയ്ത് നിന്റെ കാരുണ്യവാനായ രക്ഷിതാവിന്റെ അതിബൃഹത്തായ കരുണാ കടാക്ഷമാണ് എന്ന ഒരു ബോധമാണ് മനുഷ്യ നിനക്ക് വേണ്ടത്. അതാണ് നന്ദിയുടെ, അതാണ് മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനം. മനുഷ്യനെ നന്ദിയുള്ള ജന്തുവായി കാണാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. നന്ദിയില്ലാത്ത മൃഗമായി കാണാനല്ല. യഥാർത്ഥത്തിൽ മൃഗങ്ങൾക്ക് പോലും നന്ദിയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മൃഗത്തെക്കാൾ അധപതിച്ചു പോകുമ്പോൾ മനുഷ്യൻ നന്ദി കെട്ടവനായി പോകും. അതായത് അള്ളാഹുവിനോട് മനുഷ്യൻ അതേശം നന്ദിയില്ലാത്തവനാണ് എന്ന് ഖുർആനിൽ 12 സ്ഥലത്ത് അല്ലാഹു തആല പറയാം. ഇതാ പ്രശ്നം. നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ സ്വഭാവം, കണ്ണ്, അതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിന്റെ അനുഗ്രഹം ഭയങ്കരമാണ്. ചെവി, അതിന്റെ അനുഗ്രഹം ഭയങ്കരമാണ്. കൈകാലുകൾ, അതിന്റെ അനുഗ്രഹം ഭയങ്കരമാണ്. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഇങ്ങനെ എണ്ണി 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 അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് ഖലീലൻ മാ തശ്കുറൂൻ, നിങ്ങൾ വളരെ കുറച്ചേ നന്ദി കാണിക്കുന്നുള്ളൂ. ഓരോരുത്തരും അവനവന്റെ ഉള്ളിലേക്ക് നോക്കുക. ഒരുപാട് പരാതികളാണ് നമുക്കുള്ളത്. നമുക്ക് അതുണ്ടായില്ല, ഇതുണ്ടായില്ല, സങ്കടമാണ്, ദുഃഖമാണ്, വ്യസനമാണ്, വേദനയാണ്. പക്ഷെ ഉണ്ടായതിന്റെ ലിസ്റ്റോ അതും വെച്ചിട്ടാണ് ഈ പരാതികളുടെ വലിയ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഉണ്ടായതിന് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞു. ഉള്ളത് നീ ആലോചിച്ച് നോക്കുക. അതെന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. നീ സ്വയംഭുവല്ല, സ്വയം പര്യാപ്തനാവാൻ പര്യാപ്തനും അല്ല. നാം ഉണ്ടാക്കിയത് കൊണ്ടാണ് നിനക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ഇത് ആലോചിച്ച് നോക്കുന്ന മനുഷ്യന്മാർക്ക് ഇതിൽ യഥാർത്ഥത്തിൽ ദൃഷ്ടാന്തമുണ്ട്. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക്. അപ്പൊ അവനവനെ കുറിച്ച് ചിന്തിക്കണം. എന്റെ കണ്ണെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, എന്റെ ചെവി എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഓരോ സന്ദർഭത്തിൽ എനിക്ക് ആപത്ത് വരാൻ പോകുമ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് ഞാൻ കൈയും കാലും ശരീരമൊക്കെ പിന്നോട്ടടിച്ച് കൊണ്ടുപോകുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ മഹാപ്രപഞ്ചത്തിന്റെ നായകൻ സൃഷ്ടാവ് വളരെ സൂക്ഷ്മമായി, അതായത് ഉറക്കമില്ലാത്ത കണ്ണുകളോടെ, മയക്കമില്ലാത്ത കണ്ണുകളോടെ എന്നെ ഇങ്ങനെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ സംരക്ഷണത്തിനായി മാലാഖമാരെ നിയമിച്ചിരിക്കുന്നു. ഞാൻ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോ, ഞാൻ കിടക്കുമ്പോ, ഞാൻ തിന്നുമ്പോ, ഞാൻ കുടിക്കുമ്പോ, ഞാൻ ചെലവഴിക്കുമ്പോ, ഞാൻ ഏത് ഏർപ്പാടുകളിലും ചെയ്യുമ്പോ അള്ളാഹു എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അവൻ അറിയുന്നവനാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവനാണ് മനുഷ്യ. നിനക്കത് മനസ്സിലാവുന്നില്ലേ? നീ എന്താ ചിന്തിക്കുന്നില്ലേ? നിന്റെ ഹൃദയം നീ പൂട്ടിയിരിക്കുകയാണോ? നിനക്കൊന്ന് ചിന്തിക്കാൻ പറ്റൂലേ എന്നുള്ളതാണ് മനുഷ്യനോട് അല്ലാഹു. ചിന്തിക്കാനുള്ള എല്ലാ ഫാക്കൽറ്റീസും അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തുകൊണ്ട് മനുഷ്യ ചിന്തിക്കുന്നില്ല? എന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാം. മനുഷ്യനൊന്നും മനസ്സിലാവാത്തൊരു സംഗതിയാണ്. അവനാകെ ഭൂമിയുടെ മുകളിൽ നോക്കുമ്പോൾ ആകാശം മാത്രം കാണും. കുറെ ശാസ്ത്രകാരന്മാർ വേറെ എന്തെങ്കിലും സ്പെക്ട്രോ ടെലസ്കോപ്പി വെച്ചിട്ട് തമോഗർത്തത്തെ കുറിച്ച്, ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കുന്ന പുതിയ ഏർപ്പാടുകളാണ്. ഈ പ്രപഞ്ചത്തിൽ തന്നെ മിൽക്കി വേയിൽ തന്നെ ഒരുപാട് ബ്ലാക്ക് ഹോളുകൾ ഉണ്ടെന്ന്. ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അതിനകത്ത് പോയാൽ കാണില്ല. പ്രകാശം പോലും രക്ഷപ്പെടാത്ത ഒരു വലിയ ഏരിയ, പുതിയ പുതിയ പ്രപഞ്ചങ്ങളാണ് എന്ന് പറയും. അത് ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. ഭൂമിയും നക്ഷത്രങ്ങളും ഈ സൗരയൂഥവും ഈ പ്രപഞ്ചം മുഴുവനും ക്ഷീരപഥം, അങ്ങനെ കോടാനകോടിക്കണക്കിന് പ്രപഞ്ചങ്ങൾ. ഈ പ്രപഞ്ചങ്ങളൊക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു താളപ്പഴം വന്നാൽ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യൻ ഒരു ദിവസം രാവിലെ വിചാരിക്കുകയാണ് ഞാനൊരു 1 കോടി കിലോമീറ്റർ കുറച്ചളയാം, 14 കോടി കിലോമീറ്ററിലേക്ക് ഉദിച്ചു കളയാന്ന് വിചാരിച്ചാൽ ഈ ഭൂമി ഉണ്ടാവില്ല, സൂര്യൻ മറ്റേ സംഗതികളൊന്നും ഉണ്ടാവില്ല, ചന്ദ്രൻ ഉണ്ടാവില്ല, ഭൂമിയിൽ ഉണ്ടാവില്ല. സോളാർ സിസ്റ്റം കംപ്ലീറ്റ് സൂര്യന്റെ ചൂട് കൊണ്ട് വെന്ത് നശിച്ച് നാമാവശിഷ്ടമായി പോകുന്നതാണ്. ഒരു ദിവസം സൂര്യൻ വിചാരിക്കണം ഞാനൊരു 1 കോടി കിലോമീറ്റർ, അല്ല 1 കോടി കിലോമീറ്റർ ഒന്നും വേണ്ട, ഒരു കുറഞ്ഞ കിലോമീറ്റർ ബാക്കിലോട്ട് പോകാന്ന് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായ മഞ്ഞായിട്ട് മനുഷ്യന് എല്ലാം ചത്തു, ജീവജാലങ്ങളെല്ലാം നശിച്ചു. അപ്പൊ ഈ വളരെ കൃത്യം എല്ലാത്തിനും ഒരു ഓർബിറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത പന്ഥാവ്, ജീവിത പന്ഥാവ് തീരുമാനിച്ച് ഇതെല്ലാം അങ്ങ് ഒരു 55,000 ലക്ഷം പ്രകാശലക്ഷം കോടി പ്രകാശം വർഷം അകലെ നിൽക്കുന്ന ഒരു നക്ഷത്രത്തിനൊരു തകരാറ് വന്നാൽ ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിന് തകരാറ് വരും. അത് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അവിടെ ഇതെല്ലാം ഒരു കൃത്യമായിട്ട് സംവിധാനിച്ചിരിക്കുന്ന നിന്റെ കണ്ണു മുന്നിൽ കാണുന്നില്ലേ? അതെന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടാണ്. നാം പറയുന്ന സത്യമാണ് എന്നതിന് തെളിവായിട്ട് നിന്റെ മുന്നിലെ ഈ ആകാശത്തെ, നീലാകാശത്തെ, അനന്തമായ നീലാകാശത്തെ, അതിലുള്ള താരകങ്ങളെ ഞാൻ നിരത്തിയിട്ട് നിന്റെ ബുദ്ധിയോട് ചോദിക്കുന്നു, നീ ഒന്നൊന്ന് നോക്ക്.
ഒന്ന് നോക്ക്, നിനക്കെങ്ങനെയാണ് തോന്യാസം കാണിക്കാൻ കഴിയുക? നിനക്കെങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കാനാവുക? നിനക്കെങ്ങനെയാണ് സ്വയം പര്യാപ്തനായി നടിക്കാൻ കഴിയുക? നീ എന്റെ ആശ്രിതനാണ്, എന്റെ അടിമയാണ്. അൻതുമുൽ ഫഖറാ ഇലല്ലാഹ്, നിങ്ങളെല്ലാം അല്ലാഹുവിന് ആവശ്യമുള്ളവനാണ്. അല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, സ്തുതിർഹനും ഹൃദയ പ്രതാപശാലിയുമായ അല്ലാഹു ആരുടെയും ആശ്രയമില്ലാത്തവനാണ്. അത് മനുഷ്യ മനസ്സില് ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച്, അവന്റെ ശക്തിയെ സംബന്ധിച്ച് അനുനിമിഷം അവൻ പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം പഠിപ്പിക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലിമീൻ, വിവരമുള്ളവർക്ക്, വിവരം ശേഖരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാരി വബിതിഗാഉകും മിൻ ഫളിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. ഇനി കേട്ട്, നേരത്തെ പറഞ്ഞ ചിന്തിച്ച് മനസ്സിലാക്കുക. അടുത്ത ആയത്തിൽ പറഞ്ഞ് മനുഷ്യന്മാർ വിവരം ശേഖരിക്കാൻ താല്പര്യമുള്ളവർക്ക്. ഇനി ഖൗമി യസ്മഊൻ, നല്ല ശ്രദ്ധയോടെ, ചില ആളുകൾക്ക് പഠിച്ചുണ്ടാകാൻ പറ്റില്ല, കേട്ടാൽ മതിയാവും. അപ്പോ ആ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങൾ രാത്രിയും പകലും ഉറങ്ങുന്നില്ലേ? ഉറക്കം ഒരു അനുഗ്രഹമാണ്. മനുഷ്യന് കുറേ നേരം പ്രവർത്തിക്കുമ്പോൾ മനസ്സിങ്ങനെ ഫെഡാവും, അവനൊരു ക്ഷീണം ബാധിക്കും, ശരീരവും ക്ഷീണം ബാധിക്കും. ശരീരത്തിന് ക്ഷീണം ബാധിക്കുമ്പോൾ മനസ്സിന് ക്ഷീണം ബാധിക്കും, മനസ്സിന് ക്ഷീണം ബാധിച്ചാൽ ശരീരത്തിന് ക്ഷീണം. അപ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും പ്രവർത്തനത്തിന് തൽക്കാലം ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സിന്റെ അത്രയും ഭാഗത്ത് അള്ളാണ്ട് പിടിച്ചെടുക്കും. അത്രയും ഭാഗത്ത് പിടിച്ചെടുത്ത് ബോഡി എവിടെയാണ് ഇട്ടേക്കും. ബോഡി അവിടെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഭയങ്കരമായ രീതിയിൽ പ്രത്യേക തരത്തിലുള്ള ഫംഗ്ഷൻ ഉണ്ടാവും. അതായത് ഉണർന്നിരിക്കുമ്പോൾ മനുഷ്യന് എപ്പോഴും ഒന്നുകിൽ പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ്. ഒന്നിൽ നല്ല ഏതെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള നിലയിലുള്ള ആഗ്രഹത്തിൽ പോസിറ്റീവ് ക്രിയേറ്റീവ് തോട്ട്സ് എന്നറിയാം. അതായത് എന്തെങ്കിലും ഉപകാരപ്രദമായ ചിന്ത. ഇനി ഒരു ഇടങ്ങേറ് പിടിച്ച മനസ്സാണെങ്കിൽ നെഗറ്റീവ് ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് ആയിരിക്കും, നാശിക്കണം, നശിപ്പിക്കണം. ഈ രണ്ടിലേതെങ്കിലും ഒന്നിലായിരിക്കും. ഉറങ്ങുമ്പോൾ ഈ ബോധ മനസ്സ് പ്രവർത്തിക്കാത്തതുകൊണ്ട് എനർജി വേറെ തരത്തിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അവന് വളരെ കാമായിരിക്കും. ഉണർന്നെഴുതിക്കുമ്പോൾ പുതിയൊരു ഉണർവുണ്ടാവും. അപ്പോൾ ഉറക്കം ഒരു അനിവാര്യമാണ്. നിങ്ങൾക്ക് ഉറക്കമില്ലായിരുന്നാൽ നമ്മൾ കുറ്റവാളികളൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക. ഉറങ്ങാൻ സമ്മതിക്കുമ്പോൾ ആകെ ക്ഷീണിച്ചിട്ട് എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞിട്ട് തടിയെടുക്കാൻ വേണ്ടി ഒരു ശ്രമം. അതൊരു ശാസ്ത്രീയമായ ഒരു കുറ്റാന്വേഷണ രീതിയാണ്. നല്ല ലൈറ്റായിട്ട് ഇട്ടുകൊടുത്തിട്ട് 3-4 ആൾ എഴുന്നിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ മടി കൊടുക്കാതെ എന്നിട്ട് ചോദിക്കാം. അപ്പോൾ അവൻ ഉറങ്ങുക എന്ന അവന്റെ ശാരീരികവും മാനസികമായ നിർബന്ധാവസ്ഥയെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അവന് എങ്ങനെയെങ്കിലും ഉറങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഉറങ്ങാൻ സമ്മതിക്കും. അപ്പോൾ ഉറക്കം, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നില്ലേ? ഉറക്കം വരാത്ത രാത്രിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ഒരുപാട് ഡോക്ടർമാരുടെ ഉണ്ട്. ഡോക്ടർമാരുടെ അടുത്ത് രോഗികൾ പറയും ഉറക്കം കിട്ടുന്നില്ല ഡോക്ടറെ, ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയും. ഒരുപാട് ശാരീരിക രോഗങ്ങൾ സിംറ്റംസ് ഒക്കെ പരിശോധിച്ചിട്ട് പറയും നിങ്ങൾ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണുന്നത്, സൈക്കാട്രിസ്റ്റിനെ കാണുന്നത്. കാരണം നമുക്ക് നോക്കി ശരീരത്തിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ മാനസികമായ എന്തൊരു പ്രശ്നമുണ്ട്. ഉറക്കം കിട്ടാതിരുന്നാൽ അപ്പം മനസ്സിലാവും ഭയങ്കരമായ മരണത്തെക്കാൾ ഭീകരമാണ് ഉറക്കമില്ലായ്മ എന്നുള്ള. നിങ്ങൾക്ക് ഈ ഉറക്കം നാം നൽകിയിരിക്കുന്നത് നമ്മുടെ ഒരു അനുഗ്രഹമാണ്. അത് നമ്മുടെ തെളിവാണ്. നാമാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. രാത്രിയിലും പകലിലും ഒക്കെ അധ്വാനിക്കാൻ പോകുന്നില്ലേ? ചിലർ രാത്രി ജോലിക്ക് പോകുന്നു, ഉറക്കം പകലായിരിക്കും, നൈറ്റ് ഡ്യൂട്ടിയും. അപ്പോൾ അധ്വാനിക്കാൻ പോകുന്നില്ലേ? ആ അധ്വാനത്തിന് നിങ്ങളെ തയ്യാറാക്കി വിടുന്നത് നാം ചെയ്തത് കൊണ്ട് മാത്രമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തെളിവാണ്. ഞാൻ സ്വയം പര്യാപ്തനല്ല, ഏത് സെക്കൻഡിൽ എനിക്ക് പിടിക്കാൻ പറ്റും. പക്ഷേ നാം നിന്നോട് അനുഗ്രഹം കാണിച്ചതുകൊണ്ട് നിന്നെ നാം അങ്ങ് വിടുകയാണ്. മനുഷ്യ, നീ അതൊന്ന് മനസ്സിലാക്കുക. കേട്ടിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഇത് കേട്ട് മനസ്സിലാക്കി പഠിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിർദ്ദേശിക്കുന്നു. അങ്ങനെ പഠിച്ച് സത്യവിശ്വാസം യഥാർത്ഥത്തിൽ മനസ്സിലാക്കി സംതൃപ്തിയോടെ അംഗീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുന്നു. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، ഊസിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് എന്ന പോലെ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ഈ തഖ്വ തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്.
ഈ സൂക്ഷ്മത എന്തിനാണെന്ന് ചോദിച്ചാൽ ജീവിതത്തിലെ പ്രയാസങ്ങളെ ലഘൂകരിക്കാം. പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് യുരീദു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുൽ ഉസ്ര, നിങ്ങൾക്ക് ആശ്വാസമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ പ്രയാസം എന്തെന്നറിയാത്തവന് ആശ്വാസം ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രയാസത്തിലൂടെ ആശ്വാസത്തിലേക്ക് കടത്തുന്നില്ല. ജനനം തന്നെ അങ്ങനെയാണ്, ജനിച്ചു വരുന്നത് തന്നെ അങ്ങനെയാണ്. പ്രയാസത്തിലൂടെ ആശ്വാസത്തിലേക്ക്. പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ കരച്ചിൽ, കുട്ടിക്കും ആശ്വാസം, തള്ളയ്ക്കും ആശ്വാസം. ജീവിതം അങ്ങനെയാണ്, മരണവും അങ്ങനെയാണ്. മരണത്തിന്റെ ഒരു വേദന, സക്രാത്തുൽ മൗത്തിന്റെ വേദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലിൽ മൗതി സക്രാത്ത്, അവസാന നിമിഷം തലയിൽ നിന്ന് ഇങ്ങനെ വേർപ്പ്, നെറ്റിത്തടത്തിൽ നിന്ന് വേർപ്പ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തുടച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലിൽ മൗതി സക്രാത്ത്, മരണത്തിന് നല്ല വേദന ഉണ്ട്. ആര്? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ബഹുമാനിച്ചാദരിച്ച ഭൂമിയിലെ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ, അനുഗ്രഹത്തിന്റെ പ്രതിരൂപം, ലോകത്തിന്റെ അനുഗ്രഹി. ഈ ലോകത്തോട് വിട പറയുമ്പോൾ പറഞ്ഞത് മരണത്തിന് നല്ല വേദന ഉണ്ട്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോവാണ്, സ്വർഗം കാണാണ് സത്യവിശ്വാസം. അപ്പോ ഈ ലേശം വേദനയുണ്ട് സക്രാത്ത്. അതാണ് സക്രാത്തുൽ മൗത്തിന്റെ വേദന ആശ്വാസത്തിലാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിച്ചു. നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കണം. ജനനവും മരണവും അങ്ങനെ ഒരു വേദനയിലൂടെ ആശ്വാസത്തിലേക്ക് പോകണം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ ജനന മരണങ്ങൾക്കിടയിലുള്ള ജീവിതവും അങ്ങനെ തന്നെയാണ്. ലേശം പ്രയാസത്തിലൂടെ, ലേശം ബുദ്ധിമുട്ടിലൂടെ ആശ്വാസത്തിലേക്ക് പോകുള്ളൂ. അപ്പൊ ജീവിതത്തിന്റെ പ്രയാസം അനുഭവിക്കുന്നവർ, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. എന്തായിരുന്നാലും ഒടുവിൽ പെയിൻ ഉണ്ടാവുക. പണം നഷ്ടപ്പെട്ടാലും ഉണ്ടാകുന്ന മനോവേദന പെയിനാണ്. ശാരീരികമായ വയറ്റുവേദന വന്നാലും ഉണ്ടാകുന്ന മനോവേദന അത് പെയിനാണ്. പെയിൻ എന്ന് പറയുന്നത് വല്ലാത്ത സംഗതിയാണ്. വേദന ആർക്കും വിശദീകരിക്കാനാവില്ല, എല്ലാവർക്കും അനുഭവിച്ച് മനസ്സിലാക്കാനും പറ്റും. അത്ഭുതകരമായ ഒരു സംഗതിയാണ്. പലതരത്തിലുള്ള വേദന, ഓരോന്നിനും. കണ്ണിന്റെ വേദന അല്ല മൂക്കിന്റെ വേദന, മൂക്കിന്റെ വേദനയല്ല ചെവിയുടെ വേദന, ചെവിയുടെ വേദന വയറ്റുവേദന, വ്യത്യസ്തമായ രീതിയിൽ. പല്ലുവേദന അതിനേക്കാൾ ഭയങ്കര വേദന. ഏതെങ്കിലും തരത്തിലുള്ള വേദനകളൊക്കെ അനുഭവിക്കാതെ ആരെയും വിട്ടുമെന്നാരും വിചാരിക്കേണ്ടതില്ല. പക്ഷെ ആ വേദനകൾ ആശ്വാസത്തിലാക്കി തരാൻ വേണ്ടി സദാ ജാഗരൂകരായിരിക്കും. കാരണം ഈ വേദന ഉണ്ടാക്കുന്നത് നമ്മളല്ല, സന്തോഷം ഉണ്ടാക്കുന്നത് നമ്മളല്ല എന്നതുപോലെ തന്നെയാണ് വേദന ഉണ്ടാക്കുന്നത്. സന്തോഷം ഉണ്ടാവുമ്പോൾ നമ്മളാണെന്ന് തെറ്റായ ധാരണ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വേദന തന്നിട്ട് അങ്ങനെ തെറ്റായ ധാരണയൊന്നും വേണ്ട, രണ്ടും നാം തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ സന്തോഷമൊക്കെ നമ്മളെ ഏറ്റെടുക്കും. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വിജയം ഉണ്ടായാൽ, പരീക്ഷയിൽ വിജയിച്ചാൽ, നല്ല ജോലി കിട്ടിയാൽ, നല്ല പ്രസിഡന്റായാൽ അത് നമ്മളെ ഉടനെ കണക്കൂട്ടി, നമ്മളെ മിടുക്ക്, നമ്മുടെ കാൽക്കുലേഷൻ, നമ്മുടെ ആ ട്യൂഷൻ സെന്ററിൽ പോയതുകൊണ്ട് അവിടെ അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്നുള്ളതാണ്. വേദനയും പ്രയാസം ഉണ്ടാകുമ്പോൾ അതെല്ലാം അള്ളാഹ് എനിക്ക് തന്നതാണ്. ഇതാ പ്രശ്നം. വിധിയുടെ കാര്യത്തിൽ ആളുകൾ എപ്പോഴും നെഗറ്റീവായതെല്ലാം പടച്ചനാണ്ട് കൊടുക്കും, അവന് പോസിറ്റീവായതൊക്കെ മൂപ്പര് തന്നെ ഏറ്റെടുക്കും. ഇത് ഒരു തരം ശിർക്കാണ്. വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ക്ലിയർ ആയിട്ട് പറയാം, അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ഷിർക്ക് ചെയ്തുകൊണ്ടാണ്. ഒരു നല്ല ഉദാഹരണവും കാണിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫില് ഒരു തോട്ടക്കാരന് 2 തോട്ടങ്ങളുടെ ഒരു മുതലാളിയുടെ കഥ പറയുന്നു. മുതലാളി ഇങ്ങനെ വന്ന് നോക്കുമ്പോ അങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന തോട്ടം കണ്ടപ്പോ സുഹൃത്തിനോട് പറയാം, ഇതൊന്നും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് ഖിയാമനാൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അങ്ങനെ എങ്ങാനും പോയാൽ നിനക്കാ നല്ലത് എനിക്ക് കിട്ടും. ആ തോട്ടക്കാരൻ പറയാണ് യാ ലൈറ്റനി, അതെല്ലാം കൂടെ നശിച്ച് കൊളായപ്പോ പറയാ യാ ലൈറ്റനി ലം ഉശ്രിക് ബിറബ്ബി അഹദാ. പടച്ചവനെ, എന്റെ രക്ഷിതാവിനോട് ഞാൻ ഷിർക്ക് ചെയ്യാതിരുന്നെങ്കിൽ. അവിടുത്തെ ഷിർക്ക് യഥാർത്ഥത്തിൽ എന്താ? അയാൾ അവിടെ ബിംബപൂജ നടത്തിയില്ല, നേതാവിന്റെ പിന്നാലെ പോയില്ല, തത്വശാസ്ത്രമൊന്നും പ്രസംഗിച്ചില്ല. അയാൾ പറഞ്ഞ ഇതൊക്കെ എന്റെ മെടുക്കൊണ്ടാണ്, ഇതൊന്നും നശിക്കുമെന്ന് ഞാൻ വിചാരിക്കില്ല. ഇത്രയേ ഉള്ളൂ പറഞ്ഞു. നമ്മൾ ചെയ്യണ ഒരു സ്വഭാവം, നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ, എന്തെങ്കിലും ഒരു വിജയം നേടിയാൽ വളരെ വിനയാന്വിതനായി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് എന്തെങ്കിലും സദഖ കൊടുക്കുകയും കൈകാര്യം ചെയ്യുന്നതിന് പകരം ഒരുപാട് സ്വയം പ്രശംസയുടെ പത്രങ്ങൾ അങ്ങനെ അടിച്ചടക്കുക.
മനുഷ്യ മനസ്സിനെ വളരെ ആഴത്തിൽ സ്പർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നു. ഓരോരുത്തരും മറ്റൊന്നും നോക്കണ്ട, അവനവൻ്റെ ഉള്ളിലേക്ക്, ഞാൻ എൻ്റെ ഉള്ളിലേക്ക് മാത്രം പോയാൽ ഉള്ളിലേക്ക് ഓരോ വിഷയത്തിൽ എൻ്റെ സമീപനം എന്താണ്, എൻ്റെ നാഥനോട് ഞാൻ നന്ദിയുള്ളവനായിരുന്നോ അല്ലേ എന്ന് ഓരോരുത്തർക്ക് കാണാൻ കഴിയും. ആ കഹഫിലെ തോട്ടക്കാരനെ പോലെയാണോ ഞാൻ? കിട്ടുമ്പോ ഗംഭീരായി, നഷ്ടപ്പെട്ട പടച്ചോനെ എനിക്ക് പോയി എന്ന് വിളിച്ച് വിലപിക്കാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഓരോരുത്തരുടെ ബുദ്ധിയും ശക്തിയും കഴിവും ഇങ്ങനെ മനസ്സിനെ പെട്ടിച്ചിട്ട് കുലുക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കുക, ആലോചിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് വെറുതെ നീ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കണ്ട. സമർപ്പണം എന്ന് പറയുന്നത് സംതൃപ്തമായ സമർപ്പണം, അംഗീകാരം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ദീനിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ, യാതൊരു നിർബന്ധമില്ല. ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടുള്ള ആർക്കും നിർബന്ധമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചനുസരിച്ച് ലോകാവസാനിക്കും, പരലോകത്ത് ഹാജരാവും, നിഷേധികളെയൊക്കെ പിടിച്ചിട്ട് ശിക്ഷിക്കുകയും ചെയ്യും. ഇവിടെ ഓരോരുത്തരുടെയും സ്വർഗത്തിന്റെ ജയപരാജയങ്ങളുടെ പ്രശ്നമാണ് പ്രശ്നം. അവിടെ അവനവൻ രക്ഷപ്പെടാൻ അവനവൻ തന്നെ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഭാരം ചുമക്കുന്ന ഒരുത്തനും മറ്റൊരുത്തന്റെ ഭാരം ചുമക്കില്ല. അവനാണ് ഒരു ഉമ്മക്കും ഒരു വാപ്പയെ, ഒരു മോനും ഒരു ഉമ്മയെ, ഒരു സഹോദരങ്ങളെ സഹായിക്കാൻ പറ്റാത്ത ഒരു കാലം വരും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് ഇവിടെ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം. അതിന് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അങ്ങനെ തുറന്നിട്ടൊക്കെയാണ്. മനുഷ്യ ശരീരം നിറയെ ദൃഷ്ടാന്തങ്ങൾ, മനുഷ്യ മനസ്സിലെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ ചുറ്റുപാട് ദൃഷ്ടാന്തങ്ങൾ, ആകാശലോകങ്ങളിലേക്ക് ദൃഷ്ടാന്തങ്ങൾ, അതുപോലെ മലയിലേക്ക് നോക്കിയാൽ ആകാശത്ത് നോക്ക്, ഭൂമിയിൽ നോക്ക്, ഒട്ടകത്ത് നോക്ക്, അവിടെ നോക്ക്, ഇവിടെ നോക്ക്, എല്ലായിടത്തും നോക്കിയിട്ട് നീ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയി സംവിധാനിച്ച അള്ളാഹു തന്നെയാണ് നിന്നെ ആണായിട്ടും നിനക്കൊരു പെണ്ണും നിനക്ക് മക്കളും ഏർപ്പാടും നിന്റെ ബുദ്ധിയും ഇനിയുണ്ട്. ഇതിന്റെ ഭാഗം ഒരുപാട് കാര്യമുണ്ട്. മനുഷ്യന്റെ പ്രത്യേകമായ സംസാരശേഷി, നാവ്, ഭാഷ, ആശയം, അങ്ങനെയുള്ള ഒരുപാട് സംഗതികളെ എടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതെല്ലാം നമ്മുടെ വകയായിട്ട് തെളിവുകളാണ്. നിന്റെ ബുദ്ധിക്ക് ബോധ്യമാകുന്ന തെളിവുകൾ നാം നിന്നോട് നൽകിക്കൊണ്ടിരിക്കുന്നു. നന്നാവണമെങ്കിൽ, സംസ്കരിക്കണമെങ്കിൽ ആഴങ്ങളിൽ ഒന്ന് ഇറങ്ങി ചിന്തിച്ച് നന്നായി രക്ഷപ്പെടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും വളച്ചുകെട്ടില്ലാത്ത നമുക്ക് പറഞ്ഞു തന്നു. ഒരുപാട് നൂറ്റാണ്ടുകളായി നമ്മൾ ഇത് കൊണ്ടു നടക്കുന്നു. പക്ഷേ ഇന്ന് ഈ വിഷയങ്ങൾ പറയുമ്പോൾ സമൂഹത്തിന് കൊള്ളരുതാത്തവനാണ്, തീവ്രവാദിയാണ്, പുറക്കപ്പെടേണ്ടവനാണ്, തള്ളപ്പെടേണ്ടവനാണ് എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട് എങ്കിൽ ഈ സന്ദേശത്തിന്റെ യാഥാർത്ഥ്യം കൊണ്ടു നടക്കുന്നവർ ഉൾക്കൊള്ളുന്നില്ല, മറ്റുള്ളവർക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതൊരു വമ്പം പരാജയമാണ്. ഈ പരാജയം മാറണമെങ്കിൽ ഇത് കൊണ്ടു നടക്കുന്ന നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയത് ജീവിതത്തിൽ പകർത്തി അവ്വലുൽ മുസ്ലിമീൻ, ആദ്യത്തെ മുസ്ലിമായി കാണിക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കേണ്ടത്. അതിന് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർലന അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി വ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വർത്തമാനങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഭാര്യസന്താനങ്ങൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസം ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നെത്തിയ ആളുകളുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ അപകടങ്ങളാക്കി മാറ്റണേ നമ്പുരാനെ. അവർക്ക് ശാന്തിയും സമാധാനവും നൽകണേ നമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തിന്റെ ഇസ്തിഖാമത്ത് നൽകണേ നമ്പുരാനെ. ആ കാലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ബന്ധുമിത്രാദികൾക്കും അല്ലാത്തവർക്കും ആശ്വാസം, സമാധാനം, തഖ്വയും ഹിദായത്തും ഇസ്തിഖാമത്തുള്ള ജീവിതം അനുഗ്രഹിക്കുന്ന നമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ അതിജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് തരണേ നമ്പുരാനെ. അതെല്ലാം എളുപ്പമാക്കി തരണേ നമ്പുരാനെ. ഞങ്ങളുടെ ആയുസ്സിലും ആരോഗ്യത്തിലും യഥാർത്ഥം നീ ഹൈർ വർദ്ധിപ്പിച്ചു തരണേ നമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശരിയാക്കി തരണേ നമ്പുരാനെ. ആശുപത്രികളിലും വീടുകളിലുമായി രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ വേണ്ട ഹോസ്പിറ്റലിൽ അവരുടെ എല്ലാ രോഗങ്ങളും നീ ശരിയാക്കി കൊടുക്കണേ നമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസം കൊടുക്കണേ നമ്പുരാനെ. അവരുടെ പോരായ്മകൾ നീ നികത്തി കൊടുക്കണേ നമ്പുരാനെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കുകയും അവരുടെ കബറുകളും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണേ നമ്പുരാനെ. ഞങ്ങളെ എല്ലാവരും നീ നരകശിക്ഷയിലാക്കണേ നമ്പുരാനെ. സ്വർഗ്ഗം കൊണ്ട് അനുഗ്രഹിക്കണേ നാഥ. മരണത്തിന്റെ വേദന ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണേ നമ്പുരാനെ. ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച ഒരാളെ തൗഫീഖ് നൽകണേ നമ്പുരാനെ. നിന്റെ തൃപ്തിയുള്ള വികാര, വിചാര, ചിന്ത, ആശ,
ആശയ പ്രാർത്ഥനാ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ ദുആ നീ സ്വീകരിച്ചു ഉത്തരം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആ നീ തട്ടിക്കളയല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആ സ്വീകരിച്ചു ഉത്തരം നൽകണേ തമ്പുരാനെ. ഈ റജബിലും ശഅബാനും ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്യണേ. റമദാൻ ഞങ്ങൾക്ക് അനുഗ്രഹപൂർവ്വമായി എത്തിച്ചു തരണേ തമ്പുരാനെ. റജബിലും ശഅബാനും ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്യണേ നാഥ. റമദാൻ ഞങ്ങൾക്ക് ഉത്തമമായി എത്തിച്ചു തരണേ തമ്പുരാനെ. റജബിലും ശഅബാനും ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്യണേ നാഥ. റമദാൻ ഞങ്ങൾക്ക് ഉത്തമമായി എത്തിച്ചു തരണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم وادخلنا في رحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.